ലിസ മെൻബോട്ടണർ മാൻവേ സ്റ്റേഷൻ കോച്ച് എൻ്റെ ഫ്രണ്ട്സ് വെളുത്തു പോച്ചു 2025 പുതുവർഷത്തിൻ്റെ ആശംസകൾ അറിയിക്കാനും കുറച്ച് നമ്മുടെ ജീവിതത്തിൽ പറ്റുമെങ്കിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരായുസിൻ്റെ ആണ്ടാണ് നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നത്. 2024 നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ബിസിനസ് വളർന്നതും ബിസിനസ്സിൽ തകർച്ചയുണ്ടായതും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ തള്ളിപ്പറഞ്ഞതും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയതും ഉന്നത പഠനത്തിന് ശ്രമിച്ചിട്ട് കിട്ടാതെ പോയതും കുടുംബ പ്രശ്നങ്ങളും പ്രണയം പരാജയപ്പെട്ടതും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഈ ചിന്തകളും പേറിയാണ് നമ്മൾ 2025 പോകുന്നതെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചിന്തകളാണ് നമ്മുടെ ജീവിതം എങ്ങനെയാക്കി മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് ചിന്തകളാണ്. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുതരാനും പരാജയത്തിലെത്തിക്കാനും ചിന്തകൾക്ക് സാധിക്കും. നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അത് തന്നെ നമ്മളായിത്തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്ന ചിന്തകളാണെന്ന് പറയുന്നത്. 2025 നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണം. ഡൈവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിന്തിക്കുന്ന ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ചിന്തകൾക്ക് എന്താ ഇത്രയ്ക്കധികം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ചിന്തകൾ പലതരത്തിലുണ്ട്. അത് റിച്ച് തോട്ടുണ്ട്, വേസ്റ്റ് തോട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന വേസ്റ്റ് തോട്ടാണോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ചിന്തകൾ നമ്മളെ എവിടെയെല്ലാം കൊണ്ടെത്തിക്കുന്നു. നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ്. നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്ത ചിന്ത, എന്താണ് വേണ്ട ചിന്ത, എന്താണ് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത് ഈ ചിന്തകൾ നമ്മളിങ്ങനെ കയറി നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. അതിന് നമ്മളെക്കൊണ്ട് തന്നെ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ നമുക്കൊരു മെൻറ്ററോ ഒരു ട്രെയിനറോ ഒരു കോച്ചിൻ്റെ ഒക്കെ സഹായം നമ്മൾ തേടുന്നത് നല്ലതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താ, ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താ ഇത്രയ്ക്കും വലിയൊരു സംഭവമാണെന്നോ? ഒന്നുമല്ല, സിമ്പിളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പാലിക്കാം. അപ്പോൾ അതനുസരിച്ച് അത് നമ്മളിലേക്ക് വന്നു ചേരും. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെത്താനൊക്കെ ഒന്ന് ശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല കേട്ടോ. ആദ്യത്തെ ഒരു 1-2 ദിവസത്തേക്കൊക്കെ നമ്മുടെ ആ ഒരു ആവശ്യത്തിന് ചെയ്ത് നോക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കാതെ വരും. നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഒരു കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെൻറ്റർ നമ്മളെ ഒരു കൃത്യസമയത്ത് നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് തന്നു കഴിയുമ്പോഴാണ് നമുക്ക് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ച് കയറുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ നമുക്ക് ന്യായമായ ഒരു ചോദ്യം വരും. ഈ സമ്പന്നന്മാരെന്നൊക്കെ പറയുന്നത് അവർ ഇപ്പം കാണുന്ന വിധത്തിൽ സമ്പത്ത് ഉണ്ടായത് അവർ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ന്യായമായ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ആരുടെയെങ്കിലും ഉള്ളിൽ വരും. അതെ എന്ന് തന്നെയാണ് ഉത്തരം പറയാനുള്ളത്. അത് ഈ സമ്പന്നന്മാർക്ക് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സമ്പന്നരായവർക്കൊക്കെ ഒരുപക്ഷെ നമ്മളെക്കഴിഞ്ഞധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ചിന്ത മലയിടിഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ചുറ്റുവരിഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്ത ഒറ്റ ഒരു കാര്യത്തിലേക്ക് മാത്രമേ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അവരുടെ ജീവചരിത്രങ്ങളോ അവരുടെ ടോക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒന്നുമല്ലെങ്കിൽ നമുക്ക് ഈ സമ്പന്നന്മാരെ എടുക്കാൻ നമുക്ക് നമ്മുടെ MA യൂസുഫലിയെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഏതെങ്കിലുമൊക്കെ കടകളിൽ അത് വിറ്റും സാധനങ്ങൾ എടുത്തു കൊടുത്തും പല ജോലികളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് കാണുന്ന നിലയിലേക്ക് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഈ ഒരൊറ്റ കാര്യത്തിലേക്കാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഉയരണം അതിനുള്ള വഴി എന്താണ്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ അതിനുള്ള വഴി പല സാഹചര്യങ്ങളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ പ്രപഞ്ചം തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചേരും. ഈ പൗലോ കൊയ്ലോ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതൊരു ബേണിംഗ് ഡിസയറായി നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം പോലും നമുക്കത് എത്തിച്ചേരാൻ ഗൂഢാലോചന നടത്തുന്നു. അതുപോലെയാണ് നമ്മുടെ ആഗ്രഹം അത്രയ്ക്കും ഒരു ബേണിംഗ് ഡിസയർ പോലെ, അതായത് കത്തുന്ന തീ പോലെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും പോലെ തന്നെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ അത് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും.
ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനിത് കൺസിസ്റ്റൻസിയായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുമ്പോഴേ അതെൻ്റെ മുമ്പിലേക്ക് വന്ന് ചേരുകയാണെന്നുള്ളതാണ്. ഒന്നും ചോദിക്കണ്ട, മനസ്സിലിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് എടുത്തതും പിന്നെ ഒരു 2600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസ് വാങ്ങിച്ചതും ഒക്കെ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടിയതാണ്. ഈവൻ ഒരു ഐസ്ക്രീം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തതും ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പശു? ഈ പശു പിന്നെ ആ ഉടമസ്ഥൻ പോയിട്ട് ഈ കുറ്റിയിൽ ഈ പശുവിനെ കെട്ടിയിടും. അതിന് ചുറ്റും അതിനെ കയറിന് എത്ര വയലിൽ അല്ലെ കണ്ടത്തിൽ അല്ലെ പാടം എന്നൊക്കെ നമ്മൾ പറയും, എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിയുമ്പം അത് ആ കയറിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അവിടുത്തെ പുല്ല് മുഴുവൻ തിന്ന് ആ ഉടമസ്ഥൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ മാറ്റിക്കിടാൻ സാധിച്ചില്ലെങ്കിൽ അതതിൻ്റെ ചുറ്റും നടന്ന് ചവിട്ടി ചെളിയാക്കും, അവിടെ മൂത്രം ഒഴിക്കും, അവിടെ പിന്നെ ചാണകം ഇട്ട് വെക്കും, എന്നിട്ട് അതൊരു മാലിന്യമാക്കി മാറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും. നമുക്ക് എന്തെങ്കിലും മോശമായിട്ടൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചിന്തകൾ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വീണ്ടും 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 അത് തന്നെ ചിന്തിക്കുമ്പോൾ അത് തന്നെ നമ്മൾ മോശമായിട്ടുള്ള പ്രവൃത്തികൾ തന്നെ കാര്യങ്ങൾ തന്നെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മോശമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നേരെ ചൊവ്വ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ആയിരിക്കും ആ ദേഷ്യമൊക്കെ നമ്മൾ തീർക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മൾ പിന്നെ ഈ 2025 പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അകവും പുറവും ഒരുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ കിടന്നുറങ്ങുന്ന വീടൊക്കെ നമ്മുടെ റൂമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അകം ചിലപ്പോൾ നല്ലതായിരിക്കും, പുറം വൃത്തികേടായിരിക്കും. പുറം നല്ലതാണെങ്കിൽ അകം വൃത്തികേടായിരിക്കും. അതുപോലെ രണ്ടും ഒന്നിച്ച് വൃത്തിയാക്കി വെക്കണം. നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന നമ്മുടെ പുതപ്പുകൾ ചുരുട്ടിക്കൂട്ടി ഇടാതെ അതൊക്കെ ഒന്ന് മടക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നിവൃത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം ഇരച്ചു വരും. എന്തെങ്കിലും ഇതൊക്കെ നല്ലൊരു പീസ്ലിയിലൊക്കെ പോലത്തെ ഒരു ചെടികളൊക്കെ മേടിച്ച് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ ആ പച്ചപ്പിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ അലമാരകളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം മുതലുള്ള ചപ്പും ചവറും എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഇത്. അതൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റുക. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്ത കടലാസും ബുക്കും പേനയും പെൻസിലും ഒക്കെ അതിനകത്ത് എടുത്ത് മാറ്റിയിട്ട് ആവശ്യമുള്ളതിന് മാത്രമേ അടുക്കി വെച്ച് കഴിയുമ്പോൾ അവിടെ സ്പേസ് കിട്ടും. ഈ സ്പേസ് ഉള്ളിടത്തേക്ക് വേറെ ഒരെണ്ണം വന്ന് കയറുകയുള്ളൂ. അതുപോലെ നമ്മുടെ അലമാരി ഡ്രസ്സുകൾ അടക്കി വെക്കുക, കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. അതൊക്കെ മിക്കതും ഡംപിങ് സ്ഥലങ്ങളാണ്, വൃത്തിയാക്കി വെക്കുക. അതുപോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കിച്ചണിൽ പൊട്ടിയത് ഒടിഞ്ഞത് ചുളുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ കണ്ട വീടൊക്കെ പണിയുമ്പോഴത്തേക്കും കണ്ടില്ലേ ഈ എന്താ അതിൻ്റെ പേര്, ഈ പിന്നെ ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ്, ഒരു കുഴി പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിലേക്ക് കൊണ്ട് എല്ലാം കൂടെ ഡംപ് ചെയ്ത് വെക്കുമ്പോൾ പൊട്ടിയും ചുളുങ്ങിയും പോറിയൊക്കെ പോകും. അതൊക്കെ ചെയ്യാതെ നമ്മളതൊക്കെ എല്ലാം ഒന്ന് ഓർഡറിലൊക്കെ ആക്കി വെക്കുക. നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമ്മൾ വീടിന് മുമ്പ് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്ന വിധത്തിൽ ഇവയിലൊന്ന് ആക്കി വെക്കുക. ഇതൊക്കെ ഒന്ന് ഓർഡറിലാക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് നല്ലത് ചെയ്യാനുള്ളൊരു പ്രേരണയും ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടാണ് ഞാൻ ആദ്യം വൃത്തിയാക്കി വെക്കുന്നത്. വെളിയിലോട്ട് പോലും ഞാൻ പോകാറില്ല. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു, കാർത്തിനി എന്നാണ് അമ്മച്ചിയുടെ പേര്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഈ അമ്മച്ചി വീട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ ചാണകവെള്ളം തെളിക്കുമായിരുന്നു. അതൊക്കെ കണ്ട് ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലൊക്കെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പറ്റില്ലെങ്കിലും വീടുകളിലൊക്കെ നിങ്ങൾ വൃത്തിയാക്കി കഴിയുമ്പം സന്ധ്യയായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ മൂദേവി കയറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്ധ്യ ആയി കഴിയുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, അറിവ് എന്ന് പറയുന്നത് പ്രകാശമാണ്. അപ്പോൾ അറിവില്ലായ്മയുടെ പ്രകാശം എല്ലാ ഹൃദയങ്ങളിൽ നിന്നും നീങ്ങിപ്പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.